ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഐശിന് പനിയായിട്ട് കാണിക്കാൻ പോവാണ്. കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാഞ്ഞത്. അപ്പം ഒന്ന് ചെറിയൊരു ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചതിനെ കൊണ്ട് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. ഐശിന് പനിയായിട്ട് കുണ്ടായത്തോ ഡിസ്പെൻസറിയിലേക്ക് കാണിക്കാൻ പോവാട്ടോ. അപ്പം ഡോക്ടറെ ഫസ്റ്റ് ടൈം കൺസൾട്ട് ചെയ്ത് പിന്നെ നമ്മൾ നേഴ്സ് സ്റ്റേഷനിലേക്ക് വരും അവളെ ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിസ്റ്റർ തിരക്കിലാണ്. ബുധനാഴ്ച അതിനെ കൊണ്ട് നല്ല തിരക്കുന്നുണ്ട്. പ്രഷർ ഷുഗർ നോക്കാൻ വേണ്ടിയിട്ട് ഓളങ്ങനെ അവിടെ നിന്ന് കളിക്കുകയാണ്. ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ആ സമയത്ത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ സിസ്റ്റർ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ, ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ തെർമോമീറ്ററൊക്കെ എടുത്തിട്ട് സിസ്റ്റർ നോക്കി, ടെമ്പറേച്ചർ നോക്കി. അപ്പോൾ ടെമ്പറേച്ചർ നോർമലാണ്. പിന്നെ ആദ്യമായിട്ട് നമ്മൾ ടെമ്പറേച്ചറിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോഴാണ് നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഡോക്ടറെ കാണിക്കുമ്പോൾ അവിടെ ക്യൂ നിൽക്കുമ്പോൾ ആയിഷ് തല ഇറങ്ങി വീണുപോയി. പിന്നെ പെട്ടെന്ന് ക്രിസൻറ്റിൽ കേശാട്ടി ICUയിലേക്കൊക്കെ ആക്കി കൊണ്ടുപോയി. പിന്നെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ആക്കി ഉപ്പിയും മോളും കൂടിയുള്ള ഒരു കോൺവെർസേഷനാണ് ഞങ്ങളിത് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ എന്താക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് രണ്ടാളും കൂടി. അത്ര ഇങ്ങനെ ഉപ്പനെ അങ്ങനെ വിട്ട് നിൽക്കില്ല. അപ്പോൾ ആ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ട് ഇങ്ങനെ വർത്താനം പറയുകയാണ്. പിന്നെ പറയുന്നുണ്ട് ഇഞ്ചക്ഷൻ അടിച്ചിപ്പോൾ ഞാൻ കരഞ്ഞി എന്നൊക്കെ പറയുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വാർഡാക്കിയിട്ടോ. ഫസ്റ്റ് നമ്മൾ ICUയിലാക്കി. പിന്നെ ഒബ്സർവേഷൻ വാർഡിലേക്ക് ആക്കി. ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളെ വാർഡിലേക്ക് ആക്കി. ഇന്ന് എന്തായാലും അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അത് കാരണം അപസ്മാരത്തിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടായതിനെ കൊണ്ട്, പനി വന്നതിനെ കൊണ്ട് അപസ്മാരം വന്നതാണ്. അതാ പ്രശ്നം. പിന്നെ വാർഡിൽ പറഞ്ഞാൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെയാണ് വാർഡിൽ ആൾ വന്നത്. പിന്നെ ആയിഷു ഇങ്ങനെ കിടന്ന് ആ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് അവൾ ഉറങ്ങിയല്ലോ. അവൾ കണ്ണോട്ട് ഇങ്ങനെ ക്ഷീണത്തിൽ കിടക്കുകയാണ്. നമുക്ക് ആവുന്നില്ല. അല്ല, അവൾ ചെറിയൊരു പനി വന്നാലും അവൾ നടക്കും. പിന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു നല്ലൊരു ഒരു റൂമാണ്. 2-3 കട്ടിലൊക്കെ ഇട്ടൊരു വാർഡ്. പിന്നെ പിറ്റേന്ന് രാവിലെ പിന്നെ അളിയന് ഫുഡ് കൊണ്ട് തന്നിട്ടോ. പഴംപൊരി, വെള്ളപ്പം, കടലക്കറി. 6 മണിയാകുമ്പോൾ എത്തിക്കുന്ന സാധനം. അത് കഴിഞ്ഞ് രാവിലെ ഒക്കെ പനിച്ചപ്പോൾ പിന്നെ ഞാൻ നെറ്റിമേൽ നനച്ച തുണിയൊക്കെ ഇട്ട് കൊടുത്ത്. പനി വരുമ്പം എല്ലാവരും മസ്റ്റായിട്ട് നോക്കേണ്ടത് നനച്ച് തുടയ്ക്കുക. അതാണ് കേട്ടോ മെയിൻ. പിന്നെ മക്കളൊക്കെ വന്ന് വൈകുന്നേരം ഡിസ്ചാർജാണ്. അപ്പോൾ മക്കളൊക്കെ വന്നപ്പോൾ ഒക്കെ ഒരു ഉഷാറായി. നല്ല കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഇളക്കിയതിനെ കൊണ്ടാണ് പിന്നെ രാത്രി ഒക്കെ പനി തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഓള് ഇങ്ങനെ കളിച്ച് ഇങ്ങനെ റെഡി ആക്കുന്നുണ്ട്. പിന്നെ അനിയനിങ്ങനെ ഓളിങ്ങനെ കിടന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ സങ്കടമായപ്പോൾ ഓൻ പോയിട്ട് ബബിൾസൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഓളെ കളിപ്പിക്കുകയാണ്. അപ്പോൾ ഓൾക്കൊരു സന്തോഷമായി. ബബിൾസ് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ വീട്ടിലേക്ക് പോവാൻ ഇന്നലെ രാത്രിയെ പറയുന്നുണ്ട്, വീട്ടിലേക്ക് പോവാം, ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. പക്ഷേ പനീൻ്റെ ആ ഒരു ഇതായതിനെക്കൊണ്ട് ഒബ്സർവേഷനിൽ അതിനെക്കൊണ്ട് പോലും വിട്ടില്ല. അല്ലാതെ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഡിസ്ചാർജ് അതിനെക്കൊണ്ട് വൈകുന്നേരം ഡിസ്ചാർജ് അതിനെക്കൊണ്ട് സാധനങ്ങളൊക്കെ അവിടെ റെഡിയാക്കി എടുത്ത് ഞാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി നമ്മളിങ്ങനെ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെന്താണ് ICUയിൽ എന്താ അപ്പോഴത്തെ സിറ്റുവേഷന് ഷൂട്ട് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. കുറേ ഭാഗങ്ങൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് സിറ്റുവേഷൻ മോശമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചപ്പോൾ ചെറിയ ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചതാട്ടോ. അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ നല്ലൊരു കളിയിലാണ്. ഓളെന്നെ ബബിൾസ് ഇങ്ങനെ ആക്കി കളിക്കുന്നുണ്ട്. അവൾക്ക് സന്തോഷമാണ്. പക്ഷേ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയാണ് അവൾക്ക് പനി തുടങ്ങിയത്. പിന്നെ നമ്മൾ വീട്ടിലെത്തി പിന്നെ അത് കഴിഞ്ഞ് ഉറങ്ങിപ്പോയിട്ടോ, നല്ലോണം ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തിയതിന് ശേഷമാണ് നമുക്ക് പിന്നെയും പനിയും ഇതൊക്കെ തുടങ്ങിയത്. അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ച് വന്നതാണ്.